ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡിന്നറിന് വളരെ നാടൻ ഭക്ഷണമാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഫാമിലി നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇത് കപ്പ പെരട്ടിയത്. ഈ കപ്പ പെരട്ടിയത് നിങ്ങൾ ആലപ്പുഴക്കാർ കപ്പ പെരട്ടിയതെന്നാണോ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് കപ്പ കുഴച്ചത്. ഞങ്ങൾ തിരുവനന്തപുരംകാർ പറയുന്നതറിയാം, കപ്പയെന്ന് ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ കിഴങ്ങ്. ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞു കിഴങ്ങ് കൂട്ടാൻ വെച്ചത്, പിന്നെ കിഴങ്ങ് അവിച്ചത്, ഇങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ആലപ്പുഴ, എറണാകുളം, പാത്രപ്പുറം കപ്പ കിഴങ്ങെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഇതൊക്കെ ഒന്ന് നോക്കുമാൻ. ഇത് നല്ല തെരണ്ടി മീൻ എന്ന് പറയും, ഞങ്ങൾ തെരച്ചി എന്ന് പറയും കേട്ടോ. തിരുവനന്തപുരംകാർ തെരച്ചി എന്നാണ് പറയുന്നത്. തെരണ്ടി മീന് മുളക് കൊടംപുളിയൊക്കെ ഇട്ട് നല്ല മുളക് കയറി എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വരും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്ട്. ഇത് കണ്ടോളൂ, ഇത് ചിക്കനാണ്. അപ്പം ഇതിന് ഇവർ പറഞ്ഞിരിക്കുന്നത് ചിക്കൻ ബദാം കുർമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ ബദാം കുർമ. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതാണ് സ്പെഷ്യൽ. ഇതൊരു പുതിയ ഐറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് പൊളി പൊളി പൊളി, ഒരു രക്ഷയില്ല. സ്പൈസസും എല്ലാം കൂടെ ചേർത്തിട്ട് ഭയങ്കര ഒരു ടേസ്റ്റ്, അടിപൊളിയുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ നാടൻ കട്ടൻ ചായ. ഈ കട്ടൻ ചായയിൽ എന്ത് ചേർത്തിട്ടുണ്ടോ? ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കട്ടൻ ചായക്ക്. എന്താണ് നല്ല കട്ടൻ ചായ ഇട്ടത്? ഇതെല്ലാം ആക്ച്വലി ഇത് അതാണ് ചോദിക്കേണ്ടത്, ആരാ ഇതിന്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ? എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എന്റെ കെട്ടിയോൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ക്രെഡിറ്റ് ഗോസ് ടു നമ്മുടെ ചേട്ടൻ. ചേട്ടാ പറ, ഇതിന്റെ റെസിപ്പിയൊക്കെ ഒന്ന് പറയൂ. എന്താണ് ഇതിന്റെ ശരിക്കുള്ള പ്രത്യേകത? എന്താണ് ഫുഡ്? ഒരു രക്ഷ. ഞാൻ മണവും ഇതുമൊക്കെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു എല്ലാം കൂടെ ഇങ്ങനെ ഇതൊന്നും കിഴങ്ങും അല്ല, ഞങ്ങൾ കിഴങ്ങെന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ അല്ലേ. കിഴങ്ങും ഈ മീനും ഈ ബദാം കുറുമ അല്ലേ, എല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സംഭവം കിട്ടുന്നത് കേട്ടോ. ഇതിന്റെ റെസിപ്പിയെ കുറിച്ചൊന്ന് പറയാമോ ചേട്ടാ? ഇതെങ്ങനെയാണ്? ഞാൻ ഓരോന്നിച്ച് പറയാം. ഇത് പറയണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ നമ്മുടെ നാട് ആലപ്പുഴക്കാർ. ഞാൻ ഇത് ആലപ്പുഴ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു, ഞാൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് സ്റ്റൈൽ. ഇതെന്ന് പറഞ്ഞാൽ ഇത് തേങ്ങാപ്പീര, നെയ്യ് എല്ലാം കൂട്ട് ഉണ്ടാക്കുന്ന ഒരു കപ്പ. ഇതാണ് സ്പെഷ്യലാണ്. മല്ലിയില എല്ലാം. സെക്കൻഡ് വന്നിട്ട് ഇത് എനിക്ക് ഇതിന്റെ ഒന്ന് അറിയണം. ഇത് ചിക്കന്റെ സ്പെഷ്യൽ ഡിഷ് ബദാം. ഇത് ഈ ചിക്കൻ ബദാമും അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കുറുമയാണ്. അടിപൊളി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ തരണ്ടിക്കറി. നോർമൽ കൊടംപുളി ഇട്ട് ഒരു സ്പെഷ്യൽ, വേറെ സ്പെഷ്യൽ. അതിന്റെ കുറെ കൂട്ടുകളുണ്ട്. ഇതൊക്കെ രഹസ്യമാണോ? ഇതിന്റെ രഹസ്യമാണ്. എനിക്ക് പോലും പറഞ്ഞു. പക്ഷേ ഇതിന്റെ റെസിപ്പി അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. കുക്ക് ചെയ്യുന്ന സമയത്ത് അടുക്കളയിലോട്ട് ഞാൻ തന്നെ പറയാൻ പൊക്കോ, ഞാൻ ചെയ്തോളാം. ഓക്കെ. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര പൊളി. ഈ തേയില വെള്ളത്തിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? തേയില വെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന്റെ അകത്ത് സ്പെഷ്യൽ തേയില വെള്ളമാണ്. ഇതിന്റെ അകത്ത് ഇഞ്ചിയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കയുണ്ട്. സ്പെഷ്യൽ. എന്തായാലും സിംഗപ്പൂരിൽ നമ്മൾ എല്ലാവരും വർക്കിംഗ് അഡൾട്ട്സ് ആണ്, നമ്മൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവരല്ലേ. നമുക്ക് എപ്പോഴും ഔട്ട്സൈഡ് പിന്നെ കോഫി ഷോപ്പിലും ഫുഡ് കോർട്ടിലും ഫുഡ് കഴിച്ചൊക്കെ മടുത്തു. അപ്പൊ നമ്മളിങ്ങനെ നാടൻ ഫുഡ് നമ്മൾ കോഫി ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ കോഫി ഷോപ്പിലൊക്കെ ഒരുപാട് ഓയിൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓയിൽ കുറച്ച് നമ്മുടെ ഹെൽത്തിന് ഉണ്ടാകുന്ന നാച്ചുറൽ ഒരു ഫുഡാണ് ഈ കാണുന്ന ഫുഡ്. എന്തായാലും ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ കപ്പ കുഴച്ചത് അല്ലേ, കപ്പ പെരട്ടിയത്, നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഭാഷയിൽ പറഞ്ഞ കിഴങ്ങ് അരപ്പിട്ടത്, കിഴങ്ങ് കൂട്ടാൻ, ചിക്കൻ ബദാം കുറുമ വിത്ത് തെരണ്ടി മുളകിട്ട കറി, നല്ല തേയില വെള്ളം. എന്തായിരുന്നാലും ഇന്നത്തെ ഡിന്നർ പൊളിച്ചു, നാടൻ ഫുഡാണ്. അപ്പം സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം.